ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലമാണ് നമ്മൾ നോക്കുന്നത്. തളിപ്പറമ്പിൽ 9 ലോക്കൽ ബോഡിയാണുള്ളത്. ആന്തൂർ മുനിസിപ്പാലിറ്റിയും തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയും ബാക്കി 7 പഞ്ചായത്തുകളോട് ചേർന്നാണ് തളിപ്പറമ്പ് മണ്ഡലം. തളിപ്പറമ്പിലെ വോട്ട് നോക്കുവാണെങ്കിൽ ഒരുമാതിരി ടൈറ്റാണ്. സത്യം പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ കണ്ട ലാസ്റ്റ് അസംബ്ലി മണ്ഡലം അനലൈസ് ചെയ്യുന്നത് എല്ലാ മണ്ഡലങ്ങളും ഒന്നുകിൽ LDF ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം കാണാം, അല്ലെങ്കിൽ UDF ഒരു 10,000 വോട്ട്. അങ്ങനെ ഒരു മത്സരങ്ങളൊന്നും ഇല്ല. ഒരു തുല്യമായ ഒരു ശക്തി 10,000 താഴെ വോട്ടുള്ള ഒരു മണ്ഡലവും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് തളിപ്പറമ്പില് നോക്കുകയാണെങ്കിൽ LDF 80,662 വോട്ട്, 46% ഉള്ളപ്പോൾ UDF 42% ഉണ്ട്, 73,814. 7,000 വോട്ടിൽ താഴെയുള്ളൂ വ്യത്യാസം ഫസ്റ്റ് സെക്കൻഡ് തമ്മിൽ. അത് 3,500 വോട്ട് മറിഞ്ഞാൽ ജയിക്കാം, എതിർക്കാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ ജയിക്കാവുന്നതാണ്. 5,000 താഴെയൊക്കെ ജയിലുള്ളതെല്ലാം UDF അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ നോക്കാറ്. എന്തായാലും സ്ഥാനാർത്ഥികളെ നോക്കണം. അപ്പൊ NDA 11,766, 6% ഉള്ളൂ, ഇപ്പൊ ചെറിയൊരു പ്രസൻസേ ഉള്ളൂ. അതേഴ്സ് 10,000 വോട്ടിനടുത്തുണ്ട്. LDF മെമ്പർമാർ നോക്കി 126 പേര്, UDF 61 പേര്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത്രയും ചെറിയ വോട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ UDF മെമ്പർമാർ പകുതിയുള്ളൂ, BJP 4 പേരുണ്ട്. ഇത്രയും ചെറിയ 10,000 വോട്ടിനകത്ത് 4 മെമ്പർ എന്ന് വെച്ചാൽ ഏതോ 1-2 പോക്കറ്റുകളിൽ മാത്രമേ ഉള്ളൂ സ്വാധീനം. മണ്ഡലം മുഴുവനായിട്ടോ എല്ലാ വാർഡുകളിലും ഒരു പഞ്ചായത്തിലെ കുറച്ച് വാർഡുകൾ മാത്രമേ കാണത്തുള്ളൂ. അതേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രം 4 പേര് ഉണ്ട്. അപ്പൊ നമുക്ക് തളിപ്പറമ്പിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കാം. 2011 കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF കോട്ടയാണ് അത്. LDF നിലനിർത്തിയാണ്. 2011 LDF ജയിച്ചു. 2016 അദ്ദേഹം തന്നെ ജെയിംസ് മാത്യു സിറ്റിംഗ് MLA തന്നെ ജയിച്ച് നിലനിർത്തിയത്. 2021 MV ഗോവിന്ദൻ മാസ്റ്ററാണ് മത്സരിച്ചത്. അദ്ദേഹവും കോൺഗ്രസിന്റെ അബ്ദുൾ റഷീദും അദ്ദേഹം ജയിച്ചു. പക്ഷെ ഭൂരിപക്ഷം കോൺഗ്രസ് നല്ല രീതിയിൽ വോട്ട് കൂട്ടി 22,000 വോട്ട് തന്നെ ജയിച്ചു, നല്ല രീതിയിൽ ജയിച്ചു. ഇത്തവണ PK ശ്യാമള ആണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ വൈഫ് PK ശ്യാമളയാണ് മത്സരിക്കുന്നത്. UDF TK ഗോവിന്ദൻ, അദ്ദേഹം ആക്ച്വലി CPM ഒരു മുതിർന്ന നേതാവ് കോൺഗ്രസിലോട്ട് വരുമ്പോൾ അന്ന് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയായിരുന്നു. BJP N ഹരിദാസാണ് മത്സരിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ടൈറ്റാണ് ഈ മണ്ഡലത്തിൽ. ഇപ്പം TK ഗോവിന്ദൻ അദ്ദേഹം ഒരു സീനിയർ നേതാവും പാർട്ടിയിൽ നല്ല ഹോൾഡുള്ള ഒരാൾ ഇപ്പുറത്തോട്ട് വരിക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 5,000-10,000 വോട്ട് മറിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇവർ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് തന്നെ. അങ്ങനെയാകുമ്പോൾ ഭരണവിരുദ്ധ വികാരം, പിന്നെ പ്രത്യേകിച്ച് ആന്തൂർ മുനിസിപ്പാലിറ്റി മേയറായിരുന്നു PK ശ്യാമള. അപ്പൊ ആന്തൂർ സാജൻ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ആന്റി പിരിച്ച് വെച്ചുകൊണ്ടും LDF വോട്ട് കുറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് UDF ക്യാമ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. കാരണം BJP യുടെ കാര്യസാധനമല്ലേ. ഇത് LDF UDF മാത്രം ഫൈറ്റുള്ള ഒരു മണ്ഡലമാണ്, ത്രികോണമല്ല. അപ്പൊ അതുകൊണ്ട് LDF നല്ലൊരു വോട്ട് UDF വരികയും UDF ചെറിയ മാർജിനിൽ ഈ തളിപ്പറമ്പ് ജയിക്കുമെന്നാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്.